ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ന്യൂസായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മീഡിയയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പല തെളിവുകളും പുറത്തുവിട്ട് നമ്മുടെ നാട്ടിലെ ഇലക്ഷനിൽ വൻതോതിൽ വോട്ട് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ ലിങ്കൊക്കെ എനിക്ക് കിട്ടിയിരുന്നു ലൈവ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേറെ പണിയുള്ളതുകൊണ്ട് നമ്മളത് അപ്പോൾ നോക്കിയില്ല. പിന്നെയാണ് അത് നമ്മൾ ഇപ്പോൾ കുറച്ച് മുന്നേ എടുത്ത് നോക്കുന്നത്, ആ ന്യൂസിൽ വന്ന കാര്യങ്ങളൊക്കെ. അതായത് പുള്ളി 6 മാസം എടുത്തിട്ട് കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ കാര്യങ്ങളാണ് പുള്ളി അതിലൂടെ നോക്കിയത്. അതേപോലെ കർണാടക മാത്രമല്ല, മഹാരാഷ്ട്രയിലും ഇങ്ങനെ വൻതോതിൽ വോട്ട് അട്ടിമറിക്കപ്പെട്ടു എന്നൊക്കെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് ഒരു വോട്ടർ ഐ ഡി തന്നെ ഒരു മണ്ഡലത്തിൽ, ഈ കർണാടകയിലെ ആ ഒരു മണ്ഡലം രാഹുൽ ഗാന്ധി അന്വേഷിച്ച ആ ഒരു മണ്ഡലത്തിൽ തന്നെ 1,00,000-ലധികം അല്ലെങ്കിൽ 1,00,000 വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു വോട്ടർ ഐ ഡിയിൽ തന്നെ ഒരുപാട് പേര് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി. പല അഡ്രസ്സും ഫേക്കാണ്. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സുകളിലുള്ള ആൾക്കാരും ഇതേപോലെ തന്നെ വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അഡ്രസ്സ് തപ്പി ചെല്ലുമ്പോൾ ആളില്ല. ഒരു അഡ്രസ്സിലുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് വോട്ട്, ഒരുപാട് സംസ്ഥാനങ്ങളിൽ വോട്ട്. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? നല്ലൊരു ഗവൺമെന്റ്, അതായത് ഈ ഇന്ത്യയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം അഥവാ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. എതിർ സ്ഥാനാർത്ഥിയേക്കാൾ എത്ര വോട്ടാണെങ്കിലും, 1-2 വോട്ടാണെങ്കിലും എതിർ സ്ഥാനാർത്ഥിയേക്കാൾ വോട്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ആ ആൾ ജയിക്കും. ആർക്കാണ് കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടുന്നത് അയാൾ ജയിക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മാത്രമേ ജനാധിപത്യം എന്ന് പറയുന്ന, ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിന് നിലനിൽപ്പുള്ളൂ. അതിലും വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് ഈ ഒരു സിസ്റ്റത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഈ കാര്യത്തിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും.